ഹലോ, വിത്ത് യുവർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റിച്ച് ചെയ്ത ഒരു ചുരിദാറിൽ അല്ലെങ്കിൽ ഒരു കുർത്തയിലൊക്കെ നമുക്ക് എങ്ങനെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്ന ചുരിദാർ എന്ന് പറഞ്ഞാൽ സ്റ്റിച്ച് ചെയ്തതാണ്. ഇതിലിങ്ങനെ ഒരു യോക്ക് പോർഷനുണ്ട്, അതിങ്ങനെ പിൻഡെക്സ് അടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ പിൻഡെക്സിൻ്റെ ഇടയിൽ കൂടെ അവിടെ ഇവിടെയായിട്ട് ചെറിയ ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്ലെയിൻ സൽവാറിലും നമുക്ക് പിൻഡെക്സ് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാം. പിൻഡെക്സ് ഇല്ലാതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്താൽ മതി, യോക്ക് പോർഷനിൽ മാത്രമായിട്ട്. ഇനി അതല്ലെങ്കിൽ ഈ പിൻഡെക്കിന് പകരം നമുക്ക് നല്ല തിക്കായിട്ട് ത്രെഡ് എടുത്തിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്താലും ഭംഗിയായിരിക്കും. നല്ല ആറഴയൊക്കെ എടുത്തിട്ട് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്താലും സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, എന്നിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതിനിടയിൽ എംബ്രോയിഡറി കൊടുത്താലും ഭംഗിയായിരിക്കും. നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആ ഡിസൈൻ എവിടെയൊക്കെയാണോ സ്റ്റിച്ച് തയ്യൽ വേണ്ടത് അവിടെ നമുക്ക് ഓരോ അടയാളം കൊടുക്കാം. ഇതുപോലെ ഞാനിപ്പോൾ ചോക്ക് വെച്ചിട്ടൊന്ന് വരയ്ക്കുകയാണ്. ഇത് ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് പെൻ വെച്ച് വരച്ചാൽ അല്ലെങ്കിൽ പെൻസിൽ വെച്ചാൽ അത്ര വീഡിയോയിൽ കാണില്ല. അതുകൊണ്ട് ഞാൻ ചോക്ക് വെച്ചൊന്ന് എവിടെയൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തും. നിങ്ങളുടെ ലൈറ്റ് ഷെയ്ഡ് കുർത്തയൊക്കെ ആണെങ്കിൽ അതിൽ നമുക്ക് പെൻസിൽ വെച്ച് പതുക്കെ ഒന്ന് അടയാളപ്പെടുത്തിയാൽ മതി. ഗ്യാപ്പ് ഇട്ടിട്ട് ഒരുപാട് അടുപ്പിച്ച് വേണമെന്നില്ല, നമുക്കിഷ്ടമുള്ള. ഞാനിപ്പം ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ ചെയ്താൽ പിന്നെ ഇത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഏകദേശം ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് നമുക്ക് ഇതിന് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ വേണം നമ്മൾ സ്റ്റിച്ചുകൾ ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇതിലിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം ഒരേ അകലം വരുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുത്തിടുക. എന്നിട്ട് നമുക്കിനി ഫ്രെയിം ഇടാം. ഫ്രെയിം ഇടാനായിട്ട് ഇതുപോലെ ഈ ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വയ്ക്കുക. ഫ്രെയിം ഇതുപോലെ ലൂസാക്കിയിട്ട്, കുറച്ച് ലൂസാക്കേണ്ടി വരും, കാരണം നമുക്ക് അതിന് ലൈനിങ്ങും ഒക്കെ ഉണ്ടല്ലോ ഈ ഡ്രസ്സിൽ. അപ്പോൾ അത് കാരണം ഫ്രെയിം നല്ലോണം ലൂസാക്കിയിട്ട് വേണം കടത്താനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്തിന് ഡാമേജ് വരും. ഇതുപോലെ കടത്തി എന്നിട്ട് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ചുരിദാറിൻ്റെ യോക്ക് പോർഷനിൽ ഏകദേശം ഒരു 14 സ്ഥലത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത്രയും സ്ഥലത്ത് നമുക്ക് ഡിസൈൻ ചെയ്യാം. വളരെ എളുപ്പമുള്ള സ്റ്റിച്ചാണ്. എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ മാർക്ക് ചെയ്തേക്കുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു വി ഷേപ്പ് വരയ്ക്കാം. വി ഷേപ്പ് വന്നിട്ട് മുകൾ വശം ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് വരയ്ക്കുക. ഇങ്ങനെ ഇതുപോലെ. എന്നിട്ട് അതിനൊരു സ്റ്റെമ്മും 2 ലീഫിനുള്ള കുത്തും. എന്നിട്ട് നമുക്ക് ആദ്യം അതിൻ്റെ സ്റ്റെമ്മും ലീഫും തയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്രീൻ കളറ്, ഒരു ലൈറ്റ് ഒലീവ് ഗ്രീൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ നമ്പർ 0255. അത് ഞാനൊരു 6 സ്ട്രാൻഡ്സ് എടുത്തിട്ടുണ്ട്. 6 സ്ട്രാൻഡ്സ് എടുത്ത് ഇതുപോലെ കെട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കൈ പിടിച്ച് വേണം തയ്ക്കാൻ. ഇതുപോലെ അടിയിൽ നിന്ന് കുത്തിയെടുക്കുക. ഇതിപ്പോൾ ഇത്രയും ചെറിയൊരു സ്റ്റെം അല്ലേ, നമുക്കിത് വെറുതെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് ആ സ്റ്റെം തയ്ച്ചാലും മതി. എന്നിട്ട് നമുക്ക് ആ ലീഫ് രണ്ടും തയ്ക്കാം. ലീഫ് രണ്ടും തയ്ക്കുന്നത് ലേസി സ്റ്റിച്ച് വെച്ചിട്ടാണ്. ഇതുപോലെ തയ്ച്ചെടുക്കുക. രണ്ട് സൈഡിലേക്കുള്ള ലീഫ് ഇതുപോലെ തയ്ച്ചെടുക്കണം. ലേസി എല്ലാവർക്കും അറിയാമല്ലോ. ഇതുപോലെ കുത്തി എടുത്തിട്ട് അവിടുന്ന് മുകളിലേക്ക് കുത്തുക. എന്നിട്ട് ഇതുപോലെ നീഡിലിനടിയിൽ കൂടെ ത്രെഡ് വെച്ച് വലിച്ചെടുക്കുക. ഇങ്ങനെ തയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ലീഫും സ്റ്റെമ്മും തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവർ തയ്ക്കാം. ഫ്ലവർ തയ്ക്കാനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് അല്ലെങ്കിൽ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വേരിയേഷൻ സ്റ്റിച്ചാണ് വിബ്ഡ് ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ വിബ്ഡ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്ന് പറയും. എളുപ്പമാണ്, അതൊന്ന് കാണിച്ചു തരാം. അത് ചെയ്യാനായിട്ട് ഞാനിവിടെ ഫ്ലവർ ചെയ്യാനായിട്ട് ഈ ഒരു യെല്ലോ കളർ ത്രെഡ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ 0295 ആണ് ഇതിൻ്റെ നമ്പർ. ആദ്യം ഇതിൻ്റെ അടിയിൽ ഇതുപോലെ കുത്തിയെടുക്കുക.
ആ സ്റ്റെമ്മിൻ്റെ തുമ്പത്തായിട്ട് ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ പോയിൻറ്റിൽ നിന്ന് തന്നെ ആ കുത്തിയതിൻ്റെ തൊട്ടടുത്ത് നിന്ന് തന്നെ ഈ ആദ്യത്തെ ഈ വി ഷേപ്പിൽ കൊടുത്തിരിക്കുന്ന ലൈനില്ലേ അതിൻ്റെ തുമ്പത്തേക്ക് ഇങ്ങനെ കൊടുക്കുക. ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ ത്രെഡ് ഇതിനടിയിൽ കൂടി ഇട്ട് ഇതുപോലെ വലിച്ചെടുക്കുക. വീണ്ടും ഇതുപോലെ ഈ പോയിൻറ്റിൽ നിന്നും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മളിതിൻ്റെ ബട്ടൺ ഹോൾ ചെയ്യുന്നത്. അടുപ്പിച്ചല്ല, ചെറിയൊരു ഗ്യാപ്പിൽ ഇതുപോലെ കുത്തിയെടുക്കുക. ത്രെഡ് ഇതിനടിയിൽ കൂടി ഇട്ടിട്ട് വലിച്ചെടുക്കുക. ചെറിയ ഗ്യാപ്പ് വേണം, അപ്പോഴതിന് ഭംഗി വരുന്നത്. നാലോ അഞ്ചോ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ഇത് ഫില്ലായിക്കോളും. നിങ്ങൾക്ക് ഫ്ലവർ കുറച്ചും കൂടെ വലുതാക്കണം എന്നുണ്ടെങ്കിൽ ആ വി ഷേപ്പ് കുറച്ചും കൂടെ വലുതാക്കി എടുത്താൽ മതി. തയ്ച്ചു. ഇനി നമുക്ക് ചെറിയ ഗ്യാപ്പ് ഇടുമ്പോഴാണ് ഇതിന് ഭംഗി വരുന്നത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇവിടെ കുത്തി താഴേക്ക് ഇറക്കുക. ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഐ ബട്ടണിലും കൊടുത്തേക്കാം. അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് പോയി പഠിക്കണമെങ്കിൽ അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. അതിനകത്ത് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. വലിച്ചെടുത്തു. ഇനി ഇതിൻ്റെ വേരിയേഷൻ സ്റ്റിച്ച് എന്ന് ഞാൻ പറഞ്ഞില്ലേ, വിബ്ഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഷെയ്ഡ് ത്രെഡാണ് എടുക്കുന്നത്. ഈ യെല്ലോയ്ക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഷെയ്ഡ് ത്രെഡ് എടുക്കാം. ഞാനിവിടെ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 0329 ആണ് എൻ്റെ നമ്പർ വരുന്നത്. അതും 6 strands തന്നെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഈ ബട്ടൺ ഹോള് തുടങ്ങിയിരിക്കുന്ന ഇവിടെയില്ലേ മുകളിൽ, അവിടെ ഇതുപോലെ നീഡിൽ കുത്തി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് ഈ ഓരോ ബട്ടൺ ഹോളിൻ്റെയും ഈ മുകളിൽ വരുന്ന സ്റ്റിച്ച് ഉണ്ടല്ലോ അതിനിടയിൽ കൂടി ഇതുപോലെ കോർത്തെടുക്കുക. ക്ലോത്തിൽ കുത്തണ്ട, കോർത്തെടുത്താൽ മതി. നമുക്ക് ഈ നീഡിലിൻ്റെ തുമ്പ് വെച്ച് കോർക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതെന്ന് വെച്ചാൽ ക്ലോത്തിൽ കുത്തിപ്പോവില്ലേ, അതിനെ ഈ ബാക്ക് വെച്ച് ഇതുപോലെ കോർത്തെടുത്താൽ മതി. ഇങ്ങനെ വീണ്ടും അടുത്തതിനിടയിൽ കൂടെ ഇങ്ങനെ ചെയ്യുന്ന ബട്ടൺ ഹോളിനെയാണ് വിബ്ഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് അല്ലെങ്കിൽ വിബ്ഡ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ വേരിയേഷൻ സ്റ്റിച്ചുകളിൽ പെടുന്നതാണ്. ഞാൻ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ സ്റ്റിച്ചുകളെല്ലാം കൂടെ ഞാനൊരു വേറൊരു വീഡിയോ ഇടാം. ഇതുപോലെ കോർത്തെടുക്കുക. ഏറ്റവും അറ്റത്തെത്തുമ്പം ഈ തുമ്പത്തായിട്ട് ഇതുപോലെ കുത്തി താഴേക്ക് ഇറക്കുക. സെയിം ഷെയ്ഡ് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കോർത്തെടുക്കുക. അപ്പോൾ അവിടെ സെയിം കളർ തന്നെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു എൻഡിലുണ്ടല്ലോ, ഈ ഫ്ലവറിൻ്റെ എൻഡിൽ നമുക്കൊരു ഇത് സെയിം ഷെയ്ഡ് ത്രെഡും കൊണ്ട് ഒരു ഫ്രഞ്ച് നോട്ടും കൂടെ ചെയ്യാം. 2 തവണ നീഡിൽ ചുറ്റിയിട്ട് വേണം ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റിച്ച്. വളരെ എളുപ്പത്തിൽ നമ്മുടെ ചുരിദാർ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇതിൻ്റെ ബാക്കിയെല്ലാം കൂടെ ചെയ്തിട്ട് ഫൈനൽ ഇതെങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഈ നെക്കിൻ്റെ എഡ്ജിലൊക്കെ വരുന്ന ഡിസൈനുകളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ ഫ്രെയിം ഇട്ടാൽ മതി. ഇതൊന്ന് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്താൽ മതി. നെക്കിനകത്ത് കൂടെ ഫ്രെയിമിൻ്റെ ഒരു പോർഷൻ കടത്തിയിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് തയ്ക്കുമ്പം കുറച്ചൊന്ന് സൂക്ഷിച്ച് ഇതുപോലെ തയ്ച്ചെടുക്കാം. ഒരുപാട് ഇറുക്കി വലിച്ച് ലൂസാക്കാണ്ടിരുന്നാൽ മതി. ഫ്രെയിം ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ഇതുപോലെ ഫ്രെയിം ഇടാതെയും വേണമെങ്കിൽ നമുക്ക് ഈ ഡിസൈൻ ചെയ്തെടുക്കാം. ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചും ഒരു ഡിസൈനും അല്ലേ, ചെറുതുമാണ്. അപ്പോൾ നമുക്ക് ഫ്രെയിം ഇടാതെയും നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നീഡിലിങ്ങനെ മുകളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റെമ്മിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ലീഫ് പോകുന്നില്ലേ, ലീഫ് തുടങ്ങുന്ന ഇവിടെയാണ്, അവിടേക്ക് അതങ്ങനെ കുത്തിയെടുത്തു കണ്ടോ. ഇനി നമുക്കിവിടെ ലേസി ലീഫ് തയ്ച്ചാൽ മതി. നമ്മുടെ നീഡിലിവിടെ മുകളിലേക്ക് വന്നു. പിന്നെ നമ്മൾ കയ്യിൽ പിടിച്ച് ക്ലോത്ത് ഇങ്ങനെ പിടിച്ച് ചെയ്യുമ്പം
ക്ലോത്തിൽ ചുളിവ് വരാൻ സാധ്യതയുണ്ട്. ഈ ത്രെഡിൻ്റെ ഇടയ്ക്ക് ഭാഗത്ത് ചുളിവ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഫിംഗർ ഇതിനടിയിൽ കൂടെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുക. ഇങ്ങനെ വലിച്ചു പിടിച്ചാൽ മതി. അപ്പം നമുക്കത് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ചെറിയ ഡിസൈനുകളൊക്കെ നമുക്കിങ്ങനെ ഫ്രെയിം ഇല്ലാതെയും ചെയ്യാം. ഇങ്ങനെ മുടുന്ന് കുത്തി അടുത്ത ലീഫ് വരേണ്ട ഭാഗത്തേക്ക് ഇതുപോലെ കുത്തിയെടുത്തു. താഴെയാണല്ലോ അടുത്ത ലീഫ്. ഇതുപോലെ നമുക്ക് കയ്യിൽ പിടിച്ച് സൂക്ഷിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിച്ച് തയ്ച്ച് കഴിയുമ്പോൾ വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്. നല്ല കളർ കോമ്പിനേഷനിൽ തയ്ച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ സ്റ്റിച്ച് തയ്ച്ച് കഴിയുമ്പോൾ ചുരിദാറിൽ മുഴുവൻ തയ്ച്ച് കഴിയുമ്പോഴുള്ള ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. യോക്ക് പോർഷനിൽ മുഴുവനും ചെറിയ ഡിസൈൻ ആണെങ്കിലും എല്ലായിടത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തയ്ച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പ്ലെയിൻ ചുരിദാർ ഉണ്ടെങ്കിൽ ഒന്ന് തയ്ച്ച് നോക്കുക. യോക്ക് പോർഷനിൽ ഇങ്ങനെ വെറുതെ തയ്ച്ചാൽ മതി. പിൻടെക്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിൻടെക്സിന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പം കോൺട്രാസ്റ്റ് കളർ എടുക്കുന്നതിനെക്കാട്ടിലും ഈ നമ്മുടെ ചുരിദാറിൻ്റെ കളറിനെക്കാട്ടിലും ഒരു 1-2 ഷെയ്ഡ് ഡാർക്കായിട്ടുള്ള നൂല് വെച്ച് തയ്ക്കുക റണ്ണിങ് സ്റ്റിച്ച്. എന്നിട്ട് കോൺട്രാസ്റ്റ് കളർ വെച്ച് എംബ്രോയിഡറിയും ചെയ്യുക. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കും ചെയ്യാൻ പറ്റിയ സ്റ്റിച്ചുകൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്